ഹലോ, ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സംഭവം എന്താണെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വർണവും പണവും വജ്രവും മരതകവും ഒന്നുമല്ല, സ്നേഹവും ഒന്നുമല്ല. ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം. സമയത്തിനാണ് ഏറ്റവും മൂല്യം. കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നും കൂടിയാണ് സമയം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ശരിക്കും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം കടന്നു പോകുമ്പോൾ അയാൾക്ക് ഒരാൾ കൊടുക്കുന്ന സമയം, അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ അയാൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയം, അതിനും ഭയങ്കര വാല്യൂ ഉണ്ട്. എല്ലാ നഷ്ടങ്ങളും ശരിക്കും ജീവിതത്തിൽ സമയം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞു പോകും. നമുക്ക് ഒരിക്കലും അത് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് എന്താണെന്നുള്ളത് അപ്പോഴത്തേക്കും നമ്മൾ അത് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നഷ്ടം പോകുന്നതാണ്. കാരണം നമ്മൾ പലപ്പോഴും ചത്ത പിളകി ജാതകം എഴുതിയിട്ട് എന്ത് കാര്യം എന്നൊരു പഴഞ്ചൊല്ല് പോലും നമ്മൾ പറയുന്നത് എന്താണ്? സമയമാണ്, അത് കഴിഞ്ഞു പോയി. എന്ത് കാര്യമാണെങ്കിലും സമയം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സമയത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സമയത്തിന് വാല്യൂ കൊടുക്കണം. ഇപ്പോൾ ആ ഒരു ടൈം നമ്മൾ അത് യൂസ് ചെയ്താൽ ഒരു പക്ഷേ ആളുടെ ജീവൻ പോലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ ആ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചില്ല, നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഈ ലോകം തന്നെ വിട്ടു പോയിട്ടുണ്ടാവും, അല്ലേ? ഒരു ടൈം, ആ ടൈമിനാണ് ഏറ്റവും വാല്യൂ എന്നാണ്. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചോ, ഇപ്പം കുനിഞ്ഞ തലമുറയാണ്. എന്തുകൊണ്ടാണ്? എല്ലാവരും ഫുൾ ടൈം ഫോണിലാണ്. പക്ഷേ യാതൊരു യൂസും അതിൽ വരുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല പോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്നത് നമ്മുടെ സമയമാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യാത്തവരുണ്ട്. ചിലർക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞവരുണ്ട്. കളഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു ടൈം എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. കാര്യം ഇവർ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് കാശ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്, അല്ലേ? നമ്മൾ അതിൽ കുത്തിയിരിക്കുന്ന സമയമാണ് അവരുടെ ക്യാഷ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞാനിപ്പോൾ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉണ്ടാക്കാത്തവരാണ്, ക്യാഷ് കിട്ടാത്തവരാണ്, യാതൊരു യൂസും ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള യൂസ് ഉള്ളത്. എന്തായാലും ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ശരിക്കും എൻ്റെ അധികം ഉള്ള ഒരു ടൈം, എനിക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടൈം അധികം ഉണ്ടെങ്കിൽ ആണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം എടുത്ത് അത് ചെയ്യാറില്ല. പക്ഷെ ആ വിലപ്പെട്ട സമയം കൂടിയും എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ലപോലെ ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു റിലാക്സേഷൻ കൂടിയാണ് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ടൈം കഴിഞ്ഞു പോയാൽ തിരിച്ചു കിട്ടാത്ത ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ളത് സമയമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്നെ തിങ്ക് ചെയ്ത് നോക്ക്. സമയം നമ്മൾ യൂസ് ചെയ്യണം. സത്യം, ടൈം.